വെൽക്കം ടു സോണീസ് കിച്ചൻ. ഞാനിന്നിവിടെ സ്പൈസി ആയിട്ടുള്ള ഒരു നല്ല ബീഫ് കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. 1 കിലോ ബീഫാണ് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അത് കുക്കറിൽ അടിക്കാനായിട്ട് കുക്കറിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ കുക്കറിൽ വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 സ്പൂൺ മല്ലിപ്പൊടി, ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം, ഇത്രയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേവാനായിട്ട് വെക്കാം. ഈ ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ. അപ്പം ഈ വെളിച്ചെണ്ണ ഒരു 4 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് അരമുറി തേങ്ങ ഞാനിവിടെ കൊത്തി വെച്ചിരിക്കുന്നതാണിത്. ഒരു ബ്രൗൺ കളർ ആകുന്നതോടം വരെ വറുത്ത് കോരാം. ഇപ്പം ഈ തേങ്ങ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിനെ കോരി മാറ്റാം. ഇതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചെടുത്താണിത്. ഇതിട്ട് കൊടുക്കാം ആദ്യം. ഈ വെളുത്തുള്ളി ഇഞ്ചി ഞാനൊരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഈ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളി ഞാനിവിടെ 1 കപ്പ് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം വഴറ്റാനായിട്ട്. അപ്പം ആ ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതിലേക്ക് ഒരു 1/2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പം ബാക്കി ചേർക്കാനുള്ള മസാലകൾ കൂടി ചേർക്കാം. ഇപ്പം ഞാനിതിലേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി. ഇതെല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ അരപ്പൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബീഫൊക്കെ നല്ല വെന്തിരിക്കുകയാണ്. നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് ഈ ബീഫും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കൂടുതലായിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ വെള്ളമൊക്കെ പാകത്തിനാണ്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കാരണം നേരത്തെ ഇട്ടത് ഉപ്പ് കുറവായിരുന്നു. അപ്പം ഈ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. വെന്തിരിക്കുന്ന ബീഫായതുകൊണ്ട് ഇനി ഒരുപാട് വേവാനൊന്നുമില്ല. ഈ മസാലയൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിക്കുന്ന നേരം മതി. ഇപ്പോൾ ബീഫ് കറി തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായിട്ട് എഴുതി അറിയിക്കണം. ഇതുപോലെ ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.